ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുനിതാസ് യൂണി കിച്ചണിലേക്ക് സ്വാഗതം. അവലും പഴവും ഉപയോഗിച്ച് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ കഴിയുന്ന 4 മണി പലഹാരമാണിത്. അതുപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ 4 മണി പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. നമ്മുടെ സ്നാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് മട്ട റൈസിന്റെ അവലാണ് എടുത്തിട്ടുള്ളത്. ഈ അവല് നമുക്കൊരു പാനിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കണം. ഞാനിവിടെ 80 ഗ്രാം അവലാണ് എടുത്തിട്ടുള്ളത്. വെളുത്ത അവലാണ് കയ്യിലുള്ളതെങ്കിൽ അതെടുത്താലും മതിയാകൂട്ടോ. അവൽ നമുക്ക് ഗ്യാസ് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വറുത്തെടുക്കാം. അവൽ നല്ലൊരു ക്രിസ്പിനെസ് ആവുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. ഒരു 3-4 മിനിറ്റ് നേരം വറക്കുമ്പോൾ തന്നെ നമുക്ക് അവല് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടും. അവലിപ്പോൾ നല്ല കറക്റ്റ് പാകത്തിന് വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തേക്കാം. ഇനി നമുക്ക് ഈ അവല് ചൂടാറുന്നതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. അവലിന്റെ ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിൽ നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. ഇനി നമുക്ക് നമ്മുടെ മധുരത്തിന് ആവശ്യത്തിന് വേണ്ട ശർക്കര ഉരുക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ശർക്കര ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ശർക്കരയിലേക്ക് 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് മെൽറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ 200 ഗ്രാം ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ശർക്കരയുടെ അളവ് നമ്മുടെ മധുരത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ശർക്കര നല്ലതുപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തേക്കാം. ഈ ശർക്കര പാനി അരിച്ച് മാറ്റി വെക്കാം കേട്ടോ. ഇനി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യിന്റെ അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുത്താൽ മതിയാകും കേട്ടോ. നെയ്യൊന്ന് മെൽറ്റായി വരട്ടെ. നെയ്യ് ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. നെയ്യിലേക്ക് അല്പം കാഷ്യൂസ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കാഷ്യൂസ് നമുക്ക് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. കാഷ്യൂസ് ഇപ്പോൾ ചെറുതായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉണക്കമുന്തിരി ആഡ് ചെയ്ത് കൊടുക്കാം. കാഷ്യൂസും ഉണക്കമുന്തിരിയൊക്കെ ഓപ്ഷണലാണ് കേട്ടോ. കാഷ്യൂസും റൈസിൻസൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള അളവിൽ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ കാഷ്യൂസും റൈസിൻസ് എല്ലാം പാകത്തിന് റെഡിയായി വന്നിട്ടുണ്ട്. കൂടുതൽ റോസ്റ്റ് ആവേണ്ട ആവശ്യമില്ല. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തേക്കാം. ഇനി ഈ കാഷ്യൂസും ഉണക്കമുന്തിരിയും എല്ലാം നമുക്ക് നെയ്യിൽ നിന്ന് മാറ്റി വെക്കാം. 2 ഏത്തപ്പഴം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അരിഞ്ഞെടുത്ത ഏത്തപ്പഴം സെയിം പാനിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴം എടുക്കുന്നതാണ് കേട്ടോ നല്ലത്. ഇനി ഈ ഏത്തപ്പഴം നെയ്യിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാൻ ഇനി നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. എനിക്ക് ഇത്രയും നെയ്യ് മതിയാകും. ഗ്യാസ് നമുക്കൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ നല്ലതുപോലെ ഒന്ന് പഴം വഴറ്റിയെടുക്കണം. പഴം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ തന്നെ നമുക്ക് വഴറ്റിയെടുക്കാൻ കഴിയും. ഇപ്പോൾ പഴം നല്ലതുപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് ചിരകിയ നാളികേരം ആഡ് ചെയ്ത് കൊടുക്കാം. നാളികേരം ആഡ് ചെയ്തതിന് ശേഷം പഴവും നാളികേരവും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ പഴവും നാളികേരവും നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് 1 മിനിറ്റ് നേരം വഴറ്റിയെടുത്താൽ മതിയാകും കേട്ടോ. നേരത്തെ നമ്മൾ വറുത്തെടുത്ത അവലുണ്ടല്ലോ, ആ അവൽ മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുത്തതാണിത്. വഴറ്റി വച്ചിരിക്കുന്ന പഴം നാളികേര മിക്സിലേക്ക് പൊടിച്ചെടുത്ത ഈ അവൽ ആഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഗ്യാസ് ഒരു ലോ ഫ്ലെയിമിൽ നമുക്ക് 1 മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ ഉരുക്കി അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കര പാനി ആഡ് ചെയ്ത് കൊടുക്കാം. ശർക്കര പാനി ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാം കൂടി നന്നായിട്ട് യോജിച്ച് വരത്തക്ക രീതിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഒരു ലോ ഫ്ലെയിമിൽ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ശർക്കരപ്പാനി ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന മിക്സിൽ ശർക്കരപ്പാനി നന്നായിട്ട് പിടിച്ച് എളുപ്പത്തിൽ തന്നെ നമുക്ക് റെഡി ആയിട്ട് വരും കേട്ടോ. ഇപ്പോൾ ശർക്കരപ്പാനി നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അതിനുശേഷം ഇനി നമുക്കിതിലേക്ക് ഏലക്കാപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 5 ഏലക്ക പൊടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇത്. നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂസും ഉണക്കമുന്തിരിയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ മിക്സിന് നല്ല ചൂടാണ്. ഇനി ചെറുതായിട്ടൊന്ന് ചൂടാറുന്നതിന് വേണ്ടിയിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ ഈ മിക്സിന് ചെറിയ ചൂട് മാത്രമേ ഉള്ളൂ.
ഇനി നമുക്ക് ഈ മിക്സിൽ നിന്ന് കുറേശ്ശെ എടുത്ത് ചെറിയ ഉരുളകളാക്കി ഇതുപോലെ ഉരുട്ടിയെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ഈ സ്നാക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. കണ്ടില്ലേ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അവലും പഴവും ഉപയോഗിച്ച് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ 4 മണി പലഹാരം നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഈ ഹെൽത്തി ആയിട്ടുള്ള പലഹാരം കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാകും. അപ്പോൾ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം. ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു. ബൈ.